ജോർജിയ ഇപ്പോൾ ഫുട്ബോളിലൊക്കെ ഫേമസ് ആണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഈ ജോർജിയ, മോൾഡോവ, അസർബൈജാൻ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിൽ ശരിക്കും എന്തുകൊണ്ടാണ് ഈ കൺട്രീസ് സെലക്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആരാണ് ആക്ച്വലി ഇവിടെ പോകും, ആര് പോയാലാണ് ഇവിടെ പോയാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത്? ശരിക്കും നമ്മൾ ഈ കാറ്റഗറിയിൽ ഇപ്പോൾ മോൾഡോവ, ജോർജിയ എടുക്കുന്ന സമയത്ത് ഈ മോൾഡോവ ശരിക്കും ജോർജിയൻ്റെ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, എങ്ങനെ രാജ്യങ്ങൾ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഓക്കെ മിഡിൽ ഈസ്റ്റ് ലൈഫ് സ്റ്റൈൽ വേണം, മോൾഡോവ എടുക്കുന്നതിനാൽ കുറച്ചുകൂടെ ബെറ്റർ ജോർജിയ എടുക്കുന്നതാണ്. ഈ ഒരു കാറ്റഗറിയിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ വ്യത്യാസമുണ്ട്. ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സബ്ജക്റ്റീവാണ്. എങ്ങനെ രാജ്യം ചൂസ് ചെയ്യാന്നുള്ളത് ശരിക്കും സബ്ജക്റ്റീവാണ്. ജോർജിയയിൽ 22 യൂണിവേഴ്സിറ്റികളുണ്ട്, മോൾഡോവയിൽ ഒറ്റ യൂണിവേഴ്സിറ്റി ഉള്ളൂ. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഇപ്പോൾ? പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 40 to 50 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ബഡ്ജറ്റ് വരുന്ന രാജ്യങ്ങളാണ്. ഇപ്പം ജോർജിയ, മോൾഡോവ, അസർബൈജാൻ, ഈജിപ്ത് ഇതുപോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് ബഡ്ജറ്റ്. ശരിക്കും ഈ രാജ്യങ്ങളൊക്കെ ബഡ്ജറ്റ് തന്നെയാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ജോർജിയയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ബഡ്ജറ്റ് വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പം ഉള്ളിലേക്കുള്ള യൂണിവേഴ്സിറ്റി, കുറച്ച് ഗ്രാമത്തിലേക്ക്, അത് കുറച്ച് സിവിലിസിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റി, ഇപ്പം അതേപോലത്തെ കുത്തൈസിയിലുള്ള അക്കാക്കി സെരിത്തൽ യൂണിവേഴ്സിറ്റി $4000 ഫീസ് ഉള്ളൂ. അപ്പോൾ ലിവിങ് എക്സ്പെൻസ് അവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ വരും. അതേ സമയത്ത് TSMU പോലുള്ള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ $8000 ഫീസ് തന്നെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഫീസ് റേഞ്ചുള്ള യൂണിവേഴ്സിറ്റി, ഇപ്പം മോൾഡോവ ആണെങ്കിലും മോൾഡോവയിൽ ഫീസ് കുറച്ച് കൂടുതലാണെങ്കിൽ ലിവിങ് എക്സ്പെൻസ് കുറവാണ്. പക്ഷേ ടോട്ടൽ വരുന്ന സമയത്ത് ഈ ഒരു എക്സ്ട്രാ 1 ഇയറിൻ്റെ ഒരു 50 പിന്നെ ഒരു 6 മന്ത്സിനേക്കുള്ള ഫീസും കൂടെ നമ്മൾ അടക്കണം. അതായത് 7ാമത്തെ വർഷത്തിൻ്റെ 6 മാസത്തേക്കുള്ള ഫീസും കൂടെ. ഈജിപ്തും സെയിം ആണ്, ഫീസ് കൂടുതലാണ്. $8000 ആണ് ഫീസ്, ലിവിങ് എക്സ്പെൻസ് കുറവാണ്. പക്ഷേ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നേരം സെയിം ആയിരിക്കും. അസർബൈജാൻ അതേപോലെ തന്നെ 6750 ഈക്വലത്തെ ഫീസ്. ഇനിയിപ്പോൾ അതൊരു $1000 കൂടെ കൂട്ടണം എന്നുള്ള പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 7750 ആവും. അപ്പോൾ 6750 എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ കാരണം ലിവിങ് എക്സ്പെൻസ് ഓൾമോസ്റ്റ് ജോർജിയൻ്റെ അത്ര തന്നെ ഉണ്ട്. അസർബൈജാൻ 20 to 25,000 തന്നെ അസർബൈജാനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളുടെ എല്ലാം ഒരു കോമൺ ടാഗാണ് എന്ത്, നമ്മുടെ ഈജിപ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ കാൻഡിഡേറ്റ് മെമ്പറാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് യൂറോപ്പിലാണ് പഠിക്കുന്നത്. ഇത് ശരിക്കും യൂറോപ്യൻ റീജിയനിലാണ്. അങ്ങനെ പറയണത് റഷ്യൻ്റെ പകുതി യൂറോപ്യൻ റീജിയനിലാണ്. മോസ്കോ അടക്കം കിടക്കുന്നത് യൂറോപ്യൻ റീജിയനിലാണ്. റഷ്യ യൂറോപ്പാണ്, ഏഷ്യൻ കൺട്രിയാണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ എടുത്ത് നോക്കുമ്പോൾ ഒരു 60-40 എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. കുറച്ച് US-ലുണ്ട്. അതെ, അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല റഷ്യയുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പൊതുവെ പറയണത് റഷ്യ ഒരു ഏഷ്യൻ, ഇപ്പം നമ്മൾ റഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ കൺട്രി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും റഷ്യയുടെ എല്ലാ ഭാഗങ്ങളും എന്തല്ല ഏഷ്യയിലല്ല ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ജോർജിയൻ്റെ ഒക്കെ കാര്യം. ജോർജിയ യൂറോപ്യൻ റീജിയനിലാണുള്ളത്, യൂറോപ്പിലാണ് എപ്പോഴും എണ്ണാറുള്ളത്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അല്ല, യൂറോപ്യൻ യൂണിയനോ ശങ്കനൊന്നുമല്ല. അപ്പോൾ അതായത് യൂറോപ്യൻ യൂണിയന്റെ കാൻഡിഡേറ്റ് മെമ്പർ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ജോർജിയ പോർച്ചുഗലിനെ തോൽപ്പിച്ചിരുന്നില്ല, ഫൈനലിലായിട്ട് എത്തിയതല്ല, അല്ല തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഓക്കെ ജോർജിയ പിന്നെ ഫേമസ് ആവാൻ തുടങ്ങിയത്. ജോർജിയ പൊതുവെ ഫുട്ബോളിലൊക്കെ ഫേമസ് ആണെന്ന് തോന്നുന്നല്ലേ. ബത്തൂമിയിൽ പോയ സമയത്ത് ഞാൻ പൊതുവെ ഫുട്ബോൾ കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവർ ബത്തൂമിയിൽ പോയ സമയത്ത് ഒരു ഫ്ലെക്സ് കണ്ട സമയത്ത് ഇങ്ങനെ പറയണ്ടായിരുന്നു, എന്തായിരുന്നു ആളുടെ പേര്, പറയാൻ കുറച്ച് ഇടങ്ങേറാണ്. അപ്പോൾ അതായത് ജോർജിയ എന്ന് പറഞ്ഞ രാജ്യം ശരിക്ക് നമുക്കൊരു ഇപ്പം മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ ഉള്ള ആൾക്കാർ, മിഡിൽ ഈസ്റ്റിലൊക്കെ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സെറ്റിലായ ആൾക്കാരൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഈ രാജ്യങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ബഡ്ജറ്റിലേക്ക്, ഒരു 70-80 ബഡ്ജറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല. എന്നാലൊരു 30 ബഡ്ജറ്റിലേക്ക് താഴെ വേണ്ട ഒരു മീഡിയം ഓപ്ഷനിൽ കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു 40 to 50 ലാക്ക് ബഡ്ജറ്റ് നോക്കിയിട്ടാണ് ഈ ജോർജിയ പോലുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അസർബൈജാനിലും ജോർജിയയിലൊക്കെ മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർക്ക് ഓണറൈവൽ വിസയാണ്. ഓണറേബിൾ ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് ആളുകൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ജോർജിയയിലേക്ക് അസർബൈജാനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ രാജ്യങ്ങൾ ഫിമിലറാണ്, പലർക്കും ഫിമിലറാണ്. നമുക്ക് ഒരാളുടെ പേരൻറ്റ് ഫിമിലർ അല്ലെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു ജോർജിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അസർബൈജാൻ ഞാൻ കണ്ടിട്ടുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല, നാട് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ടേക്ക് പോകുന്നത്. അസർബൈജാൻ്റെ മെയിനായിട്ട് അതാണ്. കാരണം ടൂറിസ്റ്റുകൾ പണ്ട് നമുക്ക് തീരെ ഫിമിലറിലായിരുന്നു അസർബൈജാൻ. പിന്നെയാണ് ടൂറിസ്റ്റുകളായിട്ട് മിഡിൽ ഈസ്റ്റിൽ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോഴാണ് അസർബൈജാനിലേക്ക് അഡ്മിഷൻസ് കൂടി തുടങ്ങിയത്. അതേപോലെ തന്നെയാണ് സെയിം തന്നെയാണ് ജോർജിയ. അപ്പോൾ ഇതാണ് ജോർജിയയിലേക്ക് അസർബൈജാനിലേക്ക് അഡ്മിഷൻ കൂടാനുള്ള മെയിനായിട്ടുള്ള കാരണം. ശരിക്കും ഉക്രൈൻ വാർ ഉണ്ടായതും ഈ ജോർജിയയും ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ വാർ കഴിഞ്ഞ സമയത്ത് ബൾക്കായിട്ട് കുട്ടികൾ ട്രാൻസ്ഫർ എടുത്തത് ജോർജിയയിലേക്കും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലേക്കൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഉണ്ട്.
കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരുന്ന രാജ്യം യുക്രൈനായിരുന്നു. അപ്പോൾ ഇത്രയും കുട്ടികൾ ട്രാൻസ്ഫർ എടുത്തപ്പോൾ എന്താണ് യുക്രൈൻ സെലക്ട് ചെയ്യാനുള്ള main ഉക്രൈൻ reason? ബഡ്ജറ്റ് ഭയങ്കര എഫക്റ്റീവ് ആണ്, ഭയങ്കര ബഡ്ജറ്റ്. ബഡ്ജറ്റ് നമുക്ക് നെക്സ്റ്റ് കാറ്റഗറിയിലാണ് ബഡ്ജറ്റ് വരുന്നത് ഉക്രൈൻ. അതായത് റഷ്യയുടെ ബഡ്ജറ്റ് വരും, എന്നാലോ Education. യൂറോപ്പിന്റെ എഡ്യൂക്കേഷൻ വരും. ഇപ്പം നമ്മൾ ഉക്രൈനിൽ നിന്ന് ട്രാൻസ്ഫർ എടുത്ത കുട്ടികളുണ്ട് ജോർജിയയിൽ, ഉക്രൈനിൽ നിന്ന് ട്രാൻസ്ഫർ എടുത്ത കുട്ടികളുണ്ട് ഉസ്ബെക്കിൽ ഉക്രൈനിൽ നിന്ന് ട്രാൻസ്ഫർ എടുത്ത കുട്ടികൾ അല്ലെങ്കിൽ ജോർജിയയിലുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ എന്താണ് ഉക്രൈനിൽ വ്യത്യാസം എന്ന് വെച്ചാൽ അവർ പറയും എഡ്യൂക്കേഷൻ ബേസ് നോക്കുന്ന സമയത്ത് ജോർജിയ അടിപൊളിയാണ്, ഉക്രൈനേക്കാൾ അടിപൊളിയാണ്. പൊതുവെ കുട്ടികൾ പറയുന്ന കാര്യമാണ്. സമർഗന്തിലൊക്കെ ഒരുപാട് കുട്ടികൾ, ബുഖാറയിലേക്കും സമർഗന്തിലൊക്കെ ഒരുപാട് കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിൽ ഉക്രൈനിൽ ട്രാൻസ്ഫർ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം, ഇവിടെ ക്ലിനിക്കൽസ് അടിപൊളിയാണ്, എഡ്യൂക്കേഷനും നല്ലതാണ് ഇവിടെ. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ്റെ കൾച്ചർ ഇവിടെ ഇല്ല. ഉക്രൈനിലൊരു വേറൊരു രാജ്യത്തിന് ഇവർ ജോർജിയയിലെ കുട്ടികളോട് ഞാൻ ചോദിച്ചു, അസർബൈജാനിലെ കുട്ടികളോട്, ജോർജിയയിലെ കുട്ടികളോട് ഞാൻ ചോദിച്ചു, അതേപോലെ തന്നെ ഈ കസാക്കിസ്ഥാൻ്റെ കുട്ടികളോട് ചോദിച്ചു, ഉസ്ബെക്കിസ്ഥാൻ്റെ കുട്ടികളോട് ചോദിച്ചു, ഒരുപാട് രാജ്യങ്ങളിലെ കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫർ എടുത്തേക്കുന്ന രാജ്യങ്ങളിൽ. ഇവരെല്ലാവരും പൊതുവെ പറഞ്ഞ ഒറ്റ കാര്യം, ഈ രാജ്യങ്ങളിലൊന്നും ഉക്രൈൻ്റെ കൾച്ചറില്ല. ഉക്രൈൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കൾച്ചറായിരുന്നു. അത്രയും യൂറോപ്യൻ കൾച്ചറായിരുന്നു ഉക്രൈനിലുണ്ടായിരുന്നത്. അത് അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഉക്രൈനെ മാറ്റിയത്. അതായത് ആ കൾച്ചർ, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്, യൂറോപ്പിൻ്റെ എഡ്യൂക്കേഷൻ എന്നുള്ളതൊക്കെ വെച്ചിട്ടായിരുന്നു ഉക്രൈൻ ഏറ്റവും ടോപ്പിൽ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജോർജിയ, മോൾഡോവ, അസർബൈജാൻ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിൽ ശരിക്കും എന്തുകൊണ്ടാണ് ഈ കൺട്രീസ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ആക്ച്വലി ഇവിടെ പോകും, ആര് പോയാലാണ് ഇവിടെ പോയാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ജോർജിയ സെലക്ട് ചെയ്യണോ, അസർബൈജാൻ സെലക്ട് ചെയ്യണോ, മോൾഡോവ സെലക്ട്? അല്ലല്ല, അതിന് പുറമെ ഈ കാറ്റഗറി, ഹോൾ കാറ്റഗറിയിലുള്ള ഒരു സിമിലർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അതായത് ഇതിൽ തന്നെ പല കൺട്രികളുണ്ട്, ഇത് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു കാറ്റഗറിയിൽ ശരിക്കും ജോർജിയ, അസർബൈജാൻ, മോൾഡോവ ഒക്കെ ഉണ്ട്. അപ്പോൾ മോൾഡോവയിലേക്ക് വരുന്ന സമയത്ത് മോൾഡോവ 7 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അവസാനത്തെ വർഷം ഇന്റേൺഷിപ്പ് മാത്രമാണ് 6 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ 7 വർഷം അഫോർഡ് ചെയ്യാൻ, 7 വർഷം പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ശരിക്കും നമ്മൾ ഈ കാറ്റഗറിയിൽ ഇപ്പോൾ മോൾഡോവ, ജോർജിയ എടുക്കുന്ന സമയത്ത് ഈ മോൾഡോവ ശരിക്കും ജോർജിയൻ്റെ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമല്ല. ഞാനിത് പറയുന്ന സമയത്ത് ഞാനിത് വെറുതെ പറയല്ല, കാരണം നമുക്ക് UNDPൻ്റെ HDI, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇപ്പം മോൾഡോവ 0.763 ആണ്, അതേസമയത്ത് ജോർജിയ 0.81 ആണ്. ഇന്ത്യ എത്ര വരുന്നത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ 0.644 ആണ്. അപ്പോൾ 0.7 എന്ന് പറഞ്ഞാൽ ബെറ്റർ. പക്ഷേ ജോർജിയ എന്ന് പറഞ്ഞാൽ 8ൻ്റെ മുകളിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആണ്. അപ്പോൾ ജോർജിയയും മോൾഡോവയും ഡെവലപ്മെൻറ്റ് നല്ല വ്യത്യാസമാണ്. കാരണം ജോർജിയ മോൾഡോവിനേക്കാൾ ഒരുപാട് ഡെവലപ്ഡ് ആണ്. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ്? ഇപ്പോൾ ഒരു രാജ്യം നമ്മൾ മുന്നേ പറഞ്ഞ പോലെയാണ്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു രാജ്യം ഡെവലപ്പ് ആകുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് സാധനങ്ങൾ മാത്രമല്ലല്ലോ. എന്തായാലും മെഡിസിൻ ഡെവലപ്പ് ആവാതെ ഇവരുടെ എന്ത് ചെയ്യില്ല, പിന്നെ ഹെൽത്തും കാര്യങ്ങളൊന്നും ബെറ്റർ ആവില്ല. ഹെൽത്ത് ബെറ്റർ ആവുന്നില്ലെങ്കിൽ അതുമല്ല, 6 കൊല്ലം നിങ്ങൾ വേറൊരു രാജ്യത്ത് ജീവിക്കാൻ പോവാണ്. അതെ, ആ രാജ്യത്ത് എന്തായാലും നമുക്ക് ലൈഫ് സ്റ്റൈൽ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാന്ന് പറയും. കാരണം അത്രയും വലിയൊരു ബഡ്ജറ്റിൽ പഠിക്കണ തന്നെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് 6 കൊല്ലം പഠിക്കണം. കാരണം ആ ഒരു എല്ലാ മോൾഡോവ മോശമാണെന്നല്ല പറയണത്. മോൾഡോവനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ജോർജിയ മോൾഡോവിനേക്കാൾ ഡെവലപ്ഡ് ആണ്. എന്നാൽ ജോർജിയയിൽ 20-22 യൂണിവേഴ്സിറ്റികളുണ്ട്. മോൾഡോവിൽ ഒറ്റ യൂണിവേഴ്സിറ്റിയാണ് മൊത്തം എന്ത് ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഉള്ളത്. അവിടെയുള്ള ഇപ്പോഴുള്ള എല്ലാ ഓൾമോസ്റ്റ് മെഡിസിൻ പഠിച്ചേക്കുന്ന മന്ത്രിമാരൊക്കെ പഠിച്ചിറങ്ങിയത് അവിടെ നിന്നാണ്. അടിപൊളിയാണ്. അതെ, അടിപൊളിയാണ്. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ഓക്കെയാണ്. ലൈഫ് സ്റ്റൈല് നോക്കുമ്പോൾ ജോർജിയ കുറച്ചുകൂടെ ബെറ്റർ ആണ് ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, എങ്ങനെ രാജ്യങ്ങൾ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഓക്കെ മിഡിൽ ഈസ്റ്റ് ലൈഫ് സ്റ്റൈൽ വേണം, മോൾഡോവ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ജോർജിയ എടുക്കുന്നതാണ്. അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള കുട്ടികൾ നോക്കുകയാണെങ്കിൽ അസർബൈജാനും ജോർജിയയും ശരിക്കും ലൈഫ് സ്റ്റൈൽ ഒരുപോലെയാണ്. ഇവിടെ പിന്നെയും നമ്മൾ കൾച്ചറിലേക്ക് പോകുന്നുണ്ട്. അതായത് അസർബൈജാൻ എത്തുമ്പോൾ കുറച്ചുകൂടെ ഇസ്ലാമിക് കൾച്ചറാണ്. ശരിക്കും ജോർജിയ എന്ന് പറഞ്ഞാൽ ശരിക്കും യൂറോപ്പ് പോലെ തന്നെയാണ്. പക്ഷേ അസർബൈജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഏഷ്യൻ്റെയും അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ ഒരു മിക്സാണ്. കാരണം ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ കസാഖിസ്ഥാനിൽ കാണുന്ന ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത്രയും ഇല്ലെങ്കിലും, അതായത് ഉസ്ബെക്കിൻ്റെ അത്രയും വെൽക്കമിങ് അല്ലെങ്കിലും അത്യാവശ്യം വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, അസർബൈജാനിലുള്ളത്. എന്നാലോ പിന്നെ കൾച്ചർ നോക്കുന്ന സമയത്ത് അവർ ഭയങ്കര പക്ക ട്രഡീഷണലും അല്ല. അവരെന്താ വെച്ചാൽ അവരുടെ രീതിയിൽ പോവാണ്. അപ്പോൾ ഈ ഒരു മിക്സാണ്. അപ്പോൾ ഇസ്ലാമിക്, അതായത് ഒരു മുസ്ലിം കൾച്ചറിൽ വളർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അസർബൈജാൻ അവർ ഓപ്റ്റ് ചെയ്യാൻ കാരണം അസർബൈജാനിൽ ഒരു മുസ്ലിം കൈൻഡ് ഓഫ് കൾച്ചറാണ്. എക്സാക്റ്റ് അതാണെന്നല്ല പറയുന്നത്, മിഡിൽ ഈസ്റ്റിൽ അതേപോലെയാണെന്നല്ല പറയുന്നത്, കൈൻഡ് ഓഫ് അതുപോലുള്ള ഒരു കൾച്ചറാണ്. ജോർജിയ ആകുന്ന സമയത്ത് ഒരു യൂറോപ്യൻ കൾച്ചറാണ്.
അപ്പോൾ ഈ കൾച്ചറിൻ്റെ ഡിഫറൻസ് അവിടെ വന്നു. ഈ കൾച്ചർ നമ്മൾ മെയിൻലി പിന്നെയും ഇങ്ങനെ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം മെയിൻ കേസ് ഇവിടുന്ന് പോയിട്ട് നിങ്ങൾ ഇതുവരെ ഉള്ളൊരു കൾച്ചറിൽ നിന്ന് വേറൊരു ഇതിലേക്ക് പോകുമ്പോൾ ചില ആൾക്കാർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, ചില ആൾക്കാർക്ക് അങ്ങനത്തെ കേസുകളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മളത് കാരണം നമ്മളടുത്ത് അവിടെ എത്തിയിട്ടുള്ള കുട്ടികൾ ചില കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കുക, ലൈക്ക് ഇത് ഇവിടെ നടക്കണില്ല, ഇങ്ങനത്തെ കുറച്ച് ഇതുണ്ട്, അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പൊതുവെ മനസ്സിലാക്കില്ല, അസർബൈജാൻ്റെ അവൈലബിലിറ്റി ജോർജിയൻ്റെ അത്ര ഇല്ല. ഇനിയിപ്പോൾ HDI വെച്ച് നോക്കുന്ന സമയത്ത് അസർബൈജാൻ എന്ന് പറഞ്ഞാൽ 0.76 ആണ്, ഓൾമോസ്റ്റ് മോൾഡോവേൻ്റെ ഒക്കെ ആ റേഞ്ചിലാണ്. പക്ഷേ ജോർജിയ കുറച്ചുകൂടെ, അതായത് അസർബൈജാനിൽ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ബാക്കു സിറ്റി ആക്ച്വലി ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യം ജോർജിയ ബെറ്റർ ആണ്. പക്ഷേ ബാക്കു സിറ്റി അത്യാവശ്യം ശരിക്ക് ജോർജിയ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ, അതായത് ഒരു യൂറോപ്പിൻ്റെ ഒരു ടൈപ്പാണ് ബിൽഡിങ്ങുകളും അവിടെയുള്ള എല്ലാം ഒരു യൂറോപ്യൻ ടൈപ്പാണ്. അസർബൈജാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് വരുന്നത്, അല്ലെ? ബിൽഡിങ്ങുകളെല്ലാം ഒരു ഭയങ്കര ആർക്കിടെക്ചറിലായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞത്. അതാണ് അസർബൈജാനും ജോർജിയയും തമ്മിലുള്ള ഒരു. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ വ്യത്യാസമുണ്ട്. ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സബ്ജക്റ്റീവാണ്. എങ്ങനെ രാജ്യം ചൂസ് ചെയ്യാന്നുള്ളത് ശരിക്കും സബ്ജക്റ്റീവാണ്. കാരണം ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവരോട് കാര്യങ്ങൾ ചോദിച്ചാൽ നീ എങ്ങനെയാണ് പഠിച്ചത്, നീ എങ്ങനെയാണ് വളർന്നത്, ഈ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നിന്റെ കൾച്ചർ എങ്ങനെയായിരുന്നു, പേരൻസ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, പഠിക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണ്, അതായത് ഇരുന്നിട്ട് ഫുൾ ടൈം പഠിക്കുന്നതാണോ അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം, അല്ലെങ്കിൽ എക്സാം അടുപ്പിച്ച് പഠിക്കുന്നതാണോ, ഇങ്ങനെ പഠിക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ എന്താ നിൻ്റെ ആഗ്രഹം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഈ സാധനങ്ങൾ മാറും കംപ്ലീറ്റ്ലി. നമുക്ക് ഓരോരുത്തരും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിനെ വിളിച്ചാൽ ഹർഷദിന് കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുട്ടികളോട് സംസാരിക്കാൻ തന്നെ വേണം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇന്ന രാജ്യം എനിക്ക് അടിപൊളിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു യൂണിവേഴ്സിറ്റി അല്ല ഒരു കൺട്രി എന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അത് പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് ലൈക്ക് കുറച്ച് ടൈപ്പ് ഉള്ള ആൾക്കാരാണ്. ഇതാണ് നമ്മൾ ഇപ്പം എല്ലാ രാജ്യത്തെയും കുട്ടികൾ പോകുന്നത്. അപ്പം നമ്മൾ ഓരോ കുട്ടികളെയും സെലക്ട് ചെയ്ത് ഇങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് അവരോട് ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ട് അവരുടെ ഗോളായിട്ട് അലൈൻ ചെയ്ത് അവരുടെ ബഡ്ജറ്റ് ആയാലും അവരുടെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് ഒരു യൂണിവേഴ്സിറ്റി ആയാലും അല്ലെങ്കിൽ ഒരു കൺട്രി ആയാലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കാറ്റഗറിയിൽ എന്ന് പറയുന്നത് മെയിൻലി 45-50 lakhs റേഞ്ച്, അറൗണ്ട് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. പഠിക്കുമ്പം തന്നെ കംഫർട്ടബിളായിട്ട് 6 കൊല്ലം അത്യാവശ്യം കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുകയും ചെയ്യുക. പിന്നെ മെയിൻലി പുറത്ത് സെറ്റിലാവാനുള്ള പാത്ത് എല്ലാ രാജ്യത്തിലുള്ള മിനിസ്ട്രി ആയിട്ടും അവിടുത്തെ ഗൈഡ് ലൈൻസുകളൊക്കെ അധികം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസൊക്കെ ഒരുപാട് ജോർജിയയിലുണ്ട്. അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും നല്ലതാണ്, മോൾഡോവയിലുള്ള യൂണിവേഴ്സിറ്റിയും നല്ലതാണ്, കൈറോ യൂണിവേഴ്സിറ്റിയിലും ഈ അക്രഡിറ്റേഷൻസ് ഒക്കെ എല്ലായിടത്തും കോമൺ ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർക്ക് നല്ലപോലെ 6 കൊല്ലം ജീവിക്കുകയും ചെയ്യാം. നമുക്ക് കുറച്ച് അഡ്മിഷൻസ് UK എന്നുള്ള NRIs മലയാളീസ് ജോർജിയയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിലുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കൺട്രിയുമാണ് ജോർജിയ. എഡ്യൂക്കേഷൻ സ്റ്റൈലും സിമിലർ ആണ്. ആൻഡ് മലയാളീസും മാത്രമല്ല, ഈവൻ UK സിറ്റിസൺസ് അടക്കം വരാറുമുണ്ട്, ജോർജിയയിൽ വന്ന് പഠിക്കാറുണ്ട്. റിയാസ്ക ജോർജിയയിൽ പോയപ്പോൾ പല നാഷണാലിറ്റീസിനും അതായത് ഞാൻ ചോദിക്കുന്നത് മലയാളീസ് അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അറബ്സ് വന്ന് പഠിക്കാറുണ്ട്, ഇസ്രായേലീസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. ഒരുപാട് അറബ്സ് ഉണ്ട്. അറബ്സിന്റെ ഒരു ഏരിയ തന്നെയാണ് അത്. പലരും പറയാറുണ്ട് മിഡിൽ ഈസ്റ്റിൽ പോയി വർക്ക് ചെയ്യാൻ പിന്നെ ഏറ്റവും നല്ലത് മോൾഡോവയാണ് അല്ലെങ്കിൽ അസർബൈജാൻ ആണെന്നൊക്കെ. ശരിക്ക് നമ്മുടെ കൾച്ചറിനനുസരിച്ച് നമുക്ക് അങ്ങനെ പറയാം. ഓരോ കുട്ടികളുടെ കൾച്ചറിനനുസരിച്ച് നോക്കിയിട്ട് ഓക്കെ നിനക്ക് ഇന്ന് ഈ ലൈഫ് സ്റ്റൈലാണ് വളർന്നത്, അതുകൊണ്ട് നിനക്ക് അസർബൈജാൻ എടുക്കുന്ന രീതിയിൽ പറയാം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ പോയി വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് അസർബൈജാൻ ആയിരുന്നെങ്കിൽ അറബികൾ അവിടെ വന്ന് പഠിക്കണമായിരുന്നു. അറബികൾ ഏറ്റവും കൂടുതൽ വന്ന് പഠിക്കുന്നത്, അതുപോലെ മോൾഡോവയിലാണെങ്കിലും മോൾഡോവയിൽ വന്ന് പഠിക്കണമായിരുന്നു. ഇതിൽ ഈ ജോർജിയയിലാണ് മെയിൻലി ഇപ്പോൾ യൂറോപ്യൻസും അറബ്സും ഒക്കെ കൂടുതൽ ജോർജിയാണ് പഠിക്കുന്നത്. ആൻഡ് പൊതുവേ എല്ലാവരും പറയുന്ന ഏക്കളാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ. ജോർജിയയുടെ MBBS മെഡിക്കൽ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഡിഗ്രീസ് ആണെങ്കിലും അത്യാവശ്യം ഭയങ്കര അടിപൊളിയായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ ജോർജിയയിലുള്ളയും നമ്മുടെ ബാക്കിയുള്ള രാജ്യങ്ങളിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ജോർജിയയിൽ 18 വയസ്സ് കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞാൽ മേജറാണ്. നമ്മുടെ നാട്ടിലെ മേജർ പോലെയല്ല. നമ്മുടെ നാട്ടിൽ 18 വയസ്സ് കഴിഞ്ഞ് മേജർ എന്ന് പറഞ്ഞാൽ പിന്നെയും പേരൻസിൻ്റെ അണ്ടറിലാണ്. ഇവർ ഭൂരിഭാഗം ആൾക്കാരും പിന്നെ പേരൻസിന്റെ ഒരു US കൾച്ചറാണ്. പേരൻസിന് വിട്ടു പോവുക, അവർ ഇൻഡിപെൻഡന്റ് ആവുക. ഇപ്പൊ നമുക്കറിയാം ജോർജിയയിലുള്ള ഒരു കോളേജിലും 18 വയസ്സ് കഴിഞ്ഞ കുട്ടീൻ്റെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാർക്ക് പോലും നമുക്ക് അവരുടെ കൺസെന്റ് ഇല്ലാതെ തരില്ല. ഒരു കൺസൾട്ടൻസിക്കും ജോർജിയയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കുട്ടിയുടെ മാർക്ക് പോലും ആ കുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ അവിടെ അവരെന്ത് ചെയ്യാണ്, അവർ മേജറാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും പിന്നെ അവരുടെ പാരൻസിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് 18 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണ് TRC സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരൻറ്റിൻ്റെ പിന്നെ എന്തുവേണം പവർ ഓഫ് അറ്റോണി വേണം. TRC എന്ന് പറഞ്ഞാൽ അത് TRC എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പററി റെസിഡൻസ്, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ വിസയില്ലേ അതേപോലെ തന്നെ അവിടുത്തെ വിസ. വിസയ്ക്ക് സൈൻ ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ D3ക്ക് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ എന്ത് വേണം, ഇത് വേണം, പവർ ഓഫ് അറ്റോണി വേണം. അതേ സമയത്ത് 18 വയസ്സ് കഴിഞ്ഞാണെങ്കിൽ എല്ലാ കുട്ടി തന്നെയാണ് ചെയ്യണത്. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവിടുത്തെ എഡ്യൂക്കേഷനിലെ വ്യത്യാസമുണ്ട്. കാരണം ഇവർ നമ്മുടെ നാട്ടിൽ രാവിലെ 9 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി വരെ കണ്ടിന്യൂസ് ക്ലാസ്സാണ്. അവിടെ അങ്ങനെയല്ല, അവിടെ ഷെഡ്യൂൾ വൈസ് ആണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് എന്താ ഷെഡ്യൂളുകൾ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പറയുകയാണ്, നമ്മളിപ്പോൾ വിചാരിക്കണം തിങ്കളും ചൊവ്വയും രാവിലെ മുതൽ ഉച്ചവരെ അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഷെഡ്യൂളുകൾ മാത്രം മതി എന്ന് തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ അവൈലബിൾ ആണെങ്കിൽ ആ ഷെഡ്യൂൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള സമയത്ത് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ്, അവർക്ക് പാർട്ട് ടൈം ചെയ്ത് ജീവിക്കണം. MBBS പാർട്ട് ടൈം അവിടെയുള്ള സിറ്റിസൻസിനെ ചെയ്തേ പറ്റുള്ളൂ. ഇന്ത്യൻ സിറ്റിസൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് എക്സാംസ് ക്ലിയർ ചെയ്യാൻ. ഞാൻ പറയണത് എഡ്യൂക്കേഷൻ്റെ രീതിയാണ്, MBBS കാര്യമല്ല. MBBS പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ പാർട്ട് ടൈം ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. അവർ മെഡ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പാർട്ട് ടൈം ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള കോഴ്സുകളെല്ലാം നഴ്സിംഗും ബാക്കിയുള്ള, ഞാൻ എഡ്യൂക്കേഷൻ്റെ വ്യത്യാസമാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സൊക്കെ ആകുന്ന സമയത്ത് പാർട്ട് ടൈം നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് പോലും ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു സമയം കൊടുക്കണം അവർക്ക് പാർട്ട് ടൈം ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ റിസർച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ആ സമയം കിട്ടുന്ന സമയത്ത് അവർക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാം, കൂടുതൽ പഠിക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ ഡിഫറൻസ് എൻ്റെ ഇന്ത്യയായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 45 to 50 lakh ആ ഒരു റേഞ്ചിൽ വരുന്ന യൂണിവേഴ്സിറ്റീസാണ് പറഞ്ഞ പോലെ തന്നെ മെയിൻലി കംഫർട്ടബിൾ ആയിട്ട് ഒരു 6 വർഷം നല്ലപോലെ അടിപൊളിയാക്കിയിട്ട് നല്ല എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉള്ള കൺട്രീസ് തന്നെയായിട്ട് നമുക്ക് പഠിച്ചിറങ്ങാനും പറ്റും. പ്ലസ് ആ ഒരു പിയർ പ്രഷർ ഹോൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലും പുറത്ത് സെറ്റിൽ ആവാനുള്ള കാര്യങ്ങളും അവിടുത്തെ യൂണിവേഴ്സിറ്റീൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ആ ഒരു എക്സ്ട്രാ പുഷ് വരെ ഇടയിൽ നല്ല രീതിയിലുണ്ടാവും. നല്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നല്ലൊരു പൂളും ഉണ്ട്. ഇപ്പോൾ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ ബഡ്ജറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, റഷ്യ, കിർഗിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളാണ് എല്ലാവരും പോയി കാണേണ്ട കുറച്ച് കൺട്രീസ് ആണ് ഉസ്ബെക്കും കസാഖും. ഞാൻ പൊതുവേ ഈ രാജ്യങ്ങളിൽ എനിക്ക് ഉസ്ബെക്കിസ്ഥാൻ ഇഷ്ടപ്പെടാൻ കാരണം പിന്നെ റിയാസ്ക്ക് നമ്മളിപ്പം ഇതിനെ പറ്റി പറഞ്ഞു. പക്ഷെ മെയിൻലി ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പം ജോർജിയയും ബൾഗേരിയയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെയും കസാക്കിലെയും ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലെ ഫീസ് ആക്ച്വലി ഇത്ര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഇതുണ്ടാവും, ഫീസ് ഇത്ര കുറവാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും അതിനനുസരിച്ച് കുറയൂലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ.